ഹൈ ഓൾ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോറിതംസ് ആണ്. അപ്പോൾ ബേസിക്കലി വി ആർ ഹാവിങ് 3 ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ: നോൺ ടോക്കൺ ബേസ്ഡ്, കോറം ബേസ്ഡ് ആൻഡ് ടോക്കൺ ബേസ്ഡ്. So today we are going to see the token based algorithm, which is Suzuki-Kasami's broadcast algorithm. Okay. അപ്പോൾ എന്താണ് ടോക്കൺ ബേസ്ഡ് അൽഗോറിതം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമുക്ക് ടോക്കൺ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ടോക്കൺ എല്ലാ സൈറ്റുകളിലും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആരുടെ കയ്യിലാണോ ടോക്കൺ ഉണ്ടാവുക അയാൾക്ക് മാത്രമേ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ടോക്കൺ ബേസ്ഡ് അൽഗോറിതം യൂണിക് ടോക്കൺ ഈസ് ഷെയർഡ് അമംഗ് ദ സൈറ്റ്സ്. ഒരു സൈറ്റിലല്ല, അപ്പോൾ എല്ലാ സൈറ്റുകളിലും ഒറ്റ ടോക്കണേ ഉണ്ടാവുള്ളൂ. എ സൈറ്റ് ഈസ് അലൗഡ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ if it possesses the token. A site holding the token can enter the CS repeatedly until it sends the token to some other site. അപ്പോൾ ഒരു സൈറ്റിൻ്റെ കീഴിൽ ഒരു സൈറ്റിൻ്റെ ടോക്കൺ ഉണ്ടെങ്കിൽ അയാൾക്കത് അൺലിമിറ്റഡ് ആയിട്ട് അയാൾക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിക്കൊണ്ടിരിക്കാം. ഓക്കെ. അയാളത് ആ ടോക്കൺ അവിടെ നിന്ന് പോകുന്നവരെ അയാൾക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ എ സൈറ്റ് ക്യാരീസ് ഔട്ട് the search for a token, there are numerous token based algorithm. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന് ഒരു സൈറ്റ് എങ്ങനെയാണ് സെർച്ച് ചെയ്തൊരു ടോക്കൺ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് ടോക്കൺ ബേസ്ഡ് അൽഗോറിതംസ് ഉണ്ട്. ഓക്കെ. ടോക്കൺ ബേസ്ഡ് അൽഗോറിതം യൂസസ് എ സീക്വൻസ് നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് ടൈം സ്റ്റാമ്പ്. ഇവിടെ നമുക്ക് ടൈം സ്റ്റാമ്പ് അല്ല, സീക്വൻസ് നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. സീക്വൻസ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ടോക്കൺസിൻ്റെ എക്സ്ചേഞ്ചും കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുക. എവരി റിക്വസ്റ്റ് ഫോർ ദ ടോക്കൺ കണ്ടെയ്ൻസ് എ സീക്വൻസ് നമ്പർ. അപ്പോൾ ഒരു സീക്വൻസ് നമ്പർ വെച്ചിട്ടാണ് ഈ ടോക്കണിൻ്റെ റിക്വസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി വരാൻ പോണ അൽഗോറിതത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ നൗ വി ക്യാൻ ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് Suzuki-Kasami's broadcast algorithm. In Suzuki-Kasami's algorithm, if a site wants to enter the critical section, does not have the token, it broadcasts a request message for the token to the other site. ഒരു സൈറ്റിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറണമെന്നുണ്ട്, പക്ഷേ അയാളുടെ കയ്യിൽ ടോക്കൺ ഇല്ലയെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ഈ ഒരു റിക്വസ്റ്റ് അവിടെയുള്ള എല്ലാ സൈറ്റുകളിലേക്കും കൊടുക്കും. ഓക്കെ. അതാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ റിക്വസ്റ്റ് അയാൾ കൊടുക്കും. ഓക്കെ. എ സൈറ്റ് ദാറ്റ് പൊസസ് ദ ടോക്കൺ സെൻഡ് ഇറ്റ് ടു ദ റിക്വസ്റ്റിംഗ് സൈറ്റ് അപ്പോൺ റിസീപ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് മെസ്സേജ്. അപ്പോൾ ആരുടെ കയ്യിലാണോ ഇപ്പോൾ ടോക്കൺ ഇരിക്കുന്നത് അയാളായിരിക്കും ഈ റിക്വസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ആ റെസ്പോൺസ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് കൊടുക്കുന്നത് അത് നമുക്ക് നോക്കാം. ഇഫ് എ സൈറ്റ് റിസീവ്സ് എ റിക്വസ്റ്റ് മെസ്സേജ് വെൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഇറ്റ് സെൻഡ്സ് ദ ടോക്കൺ. ഇഫ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഇറ്റ് സെൻഡ്സ് ദ ടോക്കൺ ഓൺലി ആഫ്റ്റർ ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ആ പർട്ടിക്കുലർ സൈറ്റിൽ റിക്വസ്റ്റ് പോയ സൈറ്റ് ഇപ്പോൾ ബിസിയാണ്, അയാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ ടോക്കൺ അയാൾക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് റിലീസ് ചെയ്യാൻ പറ്റും? അയാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ആ ടോക്കൺ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. Although the basic idea underlying the algorithm may sound rather simple, there are two design issues that must be efficiently addressed. അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിരിക്കാം. ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നു, അയാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ റിലീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതല്ല, ഇതിൽ ഒരുപാട് ഡിസൈൻ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം ഈ അൽഗോറിതം ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഡിസൈൻ ഇഷ്യൂസ്? How to distinguish among an outdated request message and from the current request message. ഓക്കെ. ഇപ്പോൾ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് മെസ്സേജ് വരികയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ റിക്വസ്റ്റ് മെസ്സേജ് ഏത്, ഇപ്പോൾ ലേറ്റസ്റ്റ് റിക്വസ്റ്റ് ഏതാണ്, പഴയ റിക്വസ്റ്റ് ഏതാണ് എന്ന് തിരിച്ചറിയണ്ടേ? അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അൽഗോറിതം സഹായിക്കും. ഓക്കെ. രണ്ടാമത്തെ ഡിസൈൻ ഇഷ്യൂ എന്താണ്? ഹൗ ടു ഡിറ്റർമൈൻ വിച്ച് സൈറ്റ് ഹാസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് റിക്വസ്റ്റ് ഫോർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഏത് സൈറ്റിനാണ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിക്വസ്റ്റ്, അതായത് ഏതൊക്കെ സൈറ്റുകളിൽ ക്രിട്ടിക്കൽ സെക്ഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ടെങ്കിൽ ആ ഓരോ സൈറ്റുകൾക്ക് നമുക്ക് എങ്ങനെ ഈ ടോക്കൺ കൊടുക്കാം എന്നുള്ളത് പറയണ്ടേ? ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ സൈറ്റുകൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾക്കല്ലേ അറ്റ് എ ടൈം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ അൽഗോറിതത്തിൽ നമ്മളിതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ അൽഗോറിതം പറയുന്നത് നോക്കാം. റിക്വസ്റ്റിംഗ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ 3 സെക്ഷനാണ്. നമ്മളെല്ലാ അൽഗോറിതവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ അൽഗോറിതംസ് എല്ലാം, ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോറിതംസ് എല്ലാം ഈ പറഞ്ഞ പോലെ 3 സെക്ഷനിലായിട്ടാണ് നമ്മൾ പറയുക. റിക്വസ്റ്റിംഗ് ഫോർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ.
ഒരു സൈറ്റ് ടോക്കണിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ടോക്കൺ കിട്ടിയ ആൾ എക്സിക്യൂഷൻ, അതാണ് രണ്ടാമത്തെ എക്സിക്യൂട്ടിങ് ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഇനി എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോക്കൺ റിലീസ് ചെയ്ത് മറ്റേ ആൾക്ക് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം നോക്കാം. ഇത് നമുക്കൊരു ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇലിസ്ട്രേഷൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റിക്വസ്റ്റിംഗ് ഫോർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഇതാണ് നമ്മുടെ സൈറ്റുകൾ S1, S2, S3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ സൈറ്റിനും ഒരു സൈറ്റ് അറേ ഉണ്ട്. ഇതാണ് സൈറ്റ് അറേ എന്ന് പറയുന്നത് കേട്ടോ. ഇത് S1ൻ്റെ സൈറ്റ് അറേ, ഇത് S2ൻ്റെ സൈറ്റ് അറേ, അതിൻ്റെ പേര് RN2 എന്നാണ്. ഇത് S3യുടെ സൈറ്റ് അറേ RN3 എന്നാണ്. അപ്പോൾ ഇനിഷ്യലി ഈ സൈറ്റുകളെല്ലാം 0 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറേയിൽ എന്തുകൊണ്ടാണ് ഈ മൂന്ന് വാല്യൂ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമുക്ക് 3 സൈറ്റുകളേ ഉള്ളൂ, S1, S2, S3. അതാണ് ഇവിടെ നമ്മൾ അറേയിൽ 3 വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സൈറ്റിനും ഒരു സൈറ്റ് അറേ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ടോക്കൺ, ഇപ്പോൾ ടോക്കണിന് ഒരു ടോക്കൺ അറേ ഉണ്ട്. ആ ടോക്കൺ അറേയുടെ പേരാണ് LN. അതും ഇനിഷ്യലി 000 ആണ്. ഓക്കെ, പിന്നെ ടോക്കൺ അറേയുടെ കൂടെ അതിനൊരു ടോക്കൺ ക്യൂ ഉണ്ട്. ഓക്കെ, അതാണ് ഈ സംഭവം. ഓക്കെ, ടോക്കൺ ക്യൂ. ക്ലിയർ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഓരോ സൈറ്റിനും ഒരു സൈറ്റ് അറേ ഉണ്ട്. പിന്നെ ടോക്കണിന് എന്തുണ്ട്? ടോക്കൺ അറേ ഉണ്ട്, ഒരു ടോക്കൺ ക്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഈ ടോക്കൺ ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? S2ൻ്റെ കയ്യിലാണ് ഈ ടോക്കൺ ഇരിക്കുന്നുണ്ട്. ടോക്കൺ സൈറ്റ് S2. ഓക്കെ, അപ്പം S1ന് ഈ ടോക്കണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ടോക്കണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു റിക്വസ്റ്റ് കൊടുക്കണം, അല്ലേ? റിക്വസ്റ്റ് ആദ്യം ഇത് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ അൽഗോരിതം നോക്കാം. ഇഫ് ദ റിക്വസ്റ്റിംഗ് സൈറ്റ് SI does not have the token, then it increments the sequence number RNI of I and sends a request message to all the other sites. അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ S1ന് ഒരു ടോക്കൺ ഇല്ല. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം? ഒരു ടോക്കൺ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു റിക്വസ്റ്റ് മെസ്സേജ് കൊടുക്കും. കണ്ടോ, റിക്വസ്റ്റ് മെസ്സേജ്. ഇനി ഈ റിക്വസ്റ്റ് മെസ്സേജിനകത്ത് 2 പാരാമീറ്റേഴ്സാണ് ഉള്ളത്, I, SN. അപ്പോൾ ഈ I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറയുന്നത് ഈ സൈറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, S1, അപ്പോൾ I1. ഓക്കെ, വാട്ട് ഈസ് SN? SN എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീക്വൻസ് നമ്പറാണ്. ഓക്കെ, ഇതിൻ്റെ സീക്വൻസ് നമ്പർ. ക്ലിയർ? അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ S1ന് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ സീക്വൻസ് നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യും. Okay, increment the if S1 wants to enter the critical section, it increments the sequence number Rn of I. Okay, അപ്പോൾ ഇവിടെ നേരത്തെ ഇനീഷ്യലി 0 ആയിരുന്നു, അല്ലേ? 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള ഈ സീക്വൻസ് നമ്പറിനെ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇത് 0 എന്നുള്ളത് 1 ആവും. ഓക്കെ, എന്നിട്ട് ഇത് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും ഈ മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ റിക്വസ്റ്റ് ഓഫ് I എന്ന് പറയുന്നത് ഈ S1, ഈ ഐഡൻറ്റിറ്റി 1 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് ഈ സീക്വൻസ് നമ്പർ, അപ്ഡേറ്റഡ് സീക്വൻസ് നമ്പർ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ടോ, S1 want to enter the critical section, increment the sequence number Rn of I, sends the request I, SN to all. ഓക്കെ, എല്ലാവർക്കും അത് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ SN എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് Rn of I. ഇതിൽ ഫസ്റ്റ് Rn of Iയുടെ അപ്ഡേറ്റഡ് വാല്യൂ ആണിത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും എത്തി. ഇനി S2 ഇത് റിസീവ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ S2 ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇഫ് SJ റിസീവ്സ് ദ റിക്വസ്റ്റ്. ഇപ്പോൾ SJ എന്ന് പറയുന്നത് ഇവിടെ S2 ആണ്. ഓക്കെ, അപ്പം S2ൻ്റെ കയ്യിലാണ് ടോക്കൺ ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് RnJ of I. ഇപ്പോൾ ഇയാളുടെ സൈറ്റിൻ്റെ അറേ എന്ത് ചെയ്യുന്നു? അതിൽ അപ്ഡേഷൻ വരുത്തും. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്? അതിനെങ്ങനെ സെറ്റ് ചെയ്യും? RnJ of I എന്ന് പറയുന്നത് എന്താക്കാം? മാക്സ് ഓഫ് RnJ of I, SN. ഓക്കെ, അതായത് ഇവിടെ നിന്നൊരു SN വാല്യൂ വന്നില്ലേ? ആ SN വാല്യൂ എന്താണ്? 1 അല്ലേ? ആ 1ഉം ഇവിടെ ഉണ്ടായിരുന്ന SNൻ്റെ വാല്യൂയും കൂടെ, ഇതിൻ്റെ RnJ of Iയുടെ വാല്യൂയും കൂടെ കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ എടുക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ 0,1 എത്രയാണ്? 1 അല്ലേ? അപ്പോൾ ഇവിടെ 1 ആക്കും. ആദ്യം അത് ചെയ്യും. ഓക്കെ,
അപ്പം ഇത് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഇയാളുടെ കയ്യിലാണ് ടോക്കൺ ഇരിക്കുന്നത്. ഓക്കെ, ഈ അയാളുടെ ടോക്കൺ ഇരിക്കുന്നത് കൊണ്ട് അയാളത് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എസ് ജെ റിസീവ്സ് ദ റിക്വസ്റ്റ് സെറ്റ് RNJFI. RNJFI എന്ന് പറഞ്ഞാൽ ഇതാണ് ജെ, ഇതാണ് സൈറ്റ് ജെ, എസ് ജെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അറേ എന്താക്കി മാറ്റും? RNJFI, മാക്സ് ഓഫ് RNJFI, SN. അതായത് RNJFI ഇനീഷ്യലി എന്താണ്? 0 ആണ്. 0,1 എത്രയാണ്? 1. അപ്പോൾ ഇത് 1 ആക്കി നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, കേട്ടോ, 1 ആക്കി ഇവിടെ സെറ്റ് ചെയ്യും. 1 ആക്കി സെറ്റ് ചെയ്തു. ഇനി 1 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് എന്താണ്? എസ് ജെ ഹാസ് ഐഡിൽ ടോക്കൺ. എസ് ജെക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടോക്കൺ അയാൾ യൂസ് ചെയ്യുന്നത്, അയാളിപ്പം ഐഡിലായിട്ടിരിക്കുക, ഐഡിലാണ്. ഓക്കെ, ഐഡിൽ ടോക്കണാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ സെൻസ് ദ ടോക്കൺ ടു ടോക്കൺ SIയിലോട്ട് കൊടുക്കും. SIയിലോട്ട് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ S1 കൊടുക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇഫ് RNJFI ഈക്വൽ ടു LNFI + 1. അതായത് RNJFIയുടെ വാല്യൂവും, RNJFI എന്ന് പറഞ്ഞാൽ ഇതല്ലേ ജെ, ഇത് j കേട്ടോ, ഇതാണ് ജെ. അപ്പോൾ RNJFI മസ്റ്റ് ബി ഈക്വൽ ടു LNFI. LNFI എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, LNFI. LN എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്കൺ അറേ അല്ലേ. അറേയുടെ ഫസ്റ്റ് വാല്യൂ എന്താണ്? 0 + 1. ഓക്കെ, അപ്പോൾ 1 ഈക്വൽ ടു 1 ആയില്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ടോക്കൺ ഇയാൾ ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നിന്ന് എസ് ജെ റിക്വസ്റ്റ് റിസീവ് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ വാല്യൂ RNJFI എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യും. എങ്ങനെ സെറ്റ് ചെയ്യുന്നു? മാക്സ് ഓഫ് RNJFI, SN. അവിടെ നിന്ന് വന്ന SN വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0,1 വരും. കമ്പയർ ചെയ്തിട്ട് മാക്സ് വാല്യൂ എടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ടോക്കൺ സെൻഡ് ചെയ്യും. എപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്? ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഏതാണ്? RNJFI ഈ വാല്യൂവും ഇതിൻ്റെ ഇൻക്രിമെൻറ്റ് വാല്യൂവും സെയിം ആയിരിക്കണം. അപ്പോൾ ഈ വാല്യൂ സെയിം ആയതുകൊണ്ട് നമ്മൾ ഈ ടോക്കൺ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. റിക്വസ്റ്റിംഗ് ഫോർ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഇഫ് ദ റിക്വസ്റ്റിംഗ് സൈറ്റ് SI ഡസ് നോട്ട് ഹാവ് എനി ടോക്കൺ, then it increments its sequence number, അയാളുടെ സീക്വൻസ് നമ്പർ. ഓക്കെ, S1 അതിൻ്റെ സീക്വൻസ് നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് സെൻസ് എ റിക്വസ്റ്റ് I, SN. വാട്ട് ഈസ് I എന്ന് പറയുന്ന ആ സൈറ്റിൻ്റെ ID, SN എന്ന് പറയുന്ന ഈ പറഞ്ഞ അപ്ഡേറ്റഡ് സീക്വൻസ് നമ്പർ. അത് രണ്ടും കൂടെ അയക്കുന്നു. ഓക്കെ, അപ്പോൾ SN ഈസ് ദ അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് RNIFI. ഓക്കെ, when a site SJ receives this message, it sends RNJFI to sets RNJFI to max of RNJFI, SN. അപ്പോൾ അവിടെ നിന്ന് വന്ന സീക്വൻസ് നമ്പറും ഈ ജെയുടെ ഫസ്റ്റ് അറയിലുള്ള ഫസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മാക്സ് എടുക്കും. ആ മാക്സ് ആയിരിക്കും ഇനി RNJFI ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് SJ ഹാസ് ഐഡിൽ ടോക്കൺ, അയാൾ ടോക്കൺ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ then it sends the token to SI. ഓക്കെ, SIക്ക് ടോക്കൺ കൊടുക്കും. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇഫ് RNJFI ഈക്വൽ ടു LNFI + 1. ഓക്കെ, അപ്പോൾ അയാളുടെ അറേ, അതായത് S2ൻ്റെ അറേ മസ്റ്റ് ബി ഈക്വലൻ ടു നമ്മുടെ ടോക്കൺ അറേ +1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ടോക്കൺ കൊടുക്കും. ഓക്കെ, അതാണ് സംഭവം. ഇതാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി എക്സിക്യൂട്ടിംഗ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഉടനെ സൈറ്റ് SIക്ക് ടോക്കൺ കിട്ടി, അയാളത് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരെയായി ഉണ്ടോ. അപ്പോൾ ഇത് ടോക്കൺ കൊടുത്തു, അയാളതിവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി റിലീസിങ് ഫ്രം ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ റിലീസിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റിലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ S1 എന്ന് പറയുന്ന സൈറ്റ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇനി അയാൾക്കത് റിലീസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാൾ എന്താ ചെയ്യേണ്ടത്? ഈ ടോക്കൺ അറേയുടെ ഫസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, അത് ഈ സൈറ്റ് അറേയുടെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് അങ്ങ് അസൈൻ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. സെറ്റ് LNFI ഈക്വൽ ടു RNFI. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് ഇത് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് നമുക്ക് റിലീസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ ആ റിക്വസ്റ്റ് അയക്ക് അതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ?
അപ്പോൾ ഇവിടെ ഇപ്പോൾ സൈറ്റ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റ് ഓൾറെഡി എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇത് നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പം S1 ഇത് ആയില്ല, അയാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇപ്പോഴും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് S2 ആൻഡ് S3 രണ്ടുപേരും ടോക്കണിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് അടുത്ത കണ്ടീഷൻ. S1 ഈസ് എക്സിക്യൂട്ടിങ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. S2 ആൻഡ് S3 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ടോക്കൺ ടു S1. ഓക്കെ, ഇപ്പോൾ S2ഉം S3യും രണ്ടുപേരും ടോക്കണിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബ്രോഡ്കാസ്റ്റ് മെസ്സേജിലേ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം S2 ആണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ S2 റിക്വസ്റ്റ് ഇവിടെ പോയി, ഇവിടെയും പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിക്വസ്റ്റ് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സൈറ്റ് അറേയിൽ അപ്ഡേഷൻ വരുത്തണം അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ രണ്ടാമത്തെ അറേയിലല്ലേ മാറ്റം വരുത്തി. എന്തുകൊണ്ടാണ്? ഇത് S2 അല്ലേ, S2 ആകുമ്പോൾ രണ്ടാമത്തെ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ അറേയുടെ അറേ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഈ റിക്വസ്റ്റ് ഇവിടെയും പോകുമ്പോഴത്തേക്ക് എന്താണ്, ഈ റിക്വസ്റ്റ് എവിടെ നിന്നാണ് വന്നത്? S2 എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അറേയിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, S1ലും അപ്ഡേഷൻ വരും. S1ലും എന്താ അപ്ഡേഷൻ വരുന്നത്? ഈ റിക്വസ്റ്റ് വന്ന് അവിടെ നിന്നല്ലേ. അപ്പം രണ്ടാമത്തെ അറേയിൽ ഇത് അപ്ഡേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇറ്റ് ഈസ് S1 ഈസ് യൂസിങ് ദാറ്റ് ടോക്കൺ. അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കിത് റിലീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല, ടോക്കൺ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൈറ്റ് S2ന് നമ്മൾ ടോക്കണിലേക്ക് നമ്മൾ അറേ ഇതിൻ്റെ ടോക്കൺ ക്യൂവിലോട്ട് കൊടുക്കും. അപ്പോൾ S2 ഈ ക്യൂവിലോട്ട് അപ്ഡേറ്റഡ് ആയി. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിക്കേ, S1 ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. S2 ആൻഡ് S3 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദ ടോക്കൺ ടു S1. അറ്റ് ദാറ്റ് ടൈം S2 ആൻഡ് S3 ID വിൽ ബി അപ്പൻഡഡ് ടു ദ ടോക്കൺ ക്യൂ ഇഫ് RNIFJ ഈക്വൽ ടു LNFJ പ്ലസ് 1. ഓക്കെ, ഇപ്പോൾ RNIFJ എന്ന് പറഞ്ഞ ഏതാണ്? ഇതാണല്ലേ. ഈ ith സൈറ്റിൻ്റെ jth വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ ഇതാണ്. അപ്പോൾ ഇതാണ് ഈ വാല്യൂ മസ്റ്റ് ബി ഈക്വലൻ ടു LNFJ. LNFJ എന്ന് പറഞ്ഞതാണ് ഇതല്ലേ, LNFJ അല്ലേ. LNFJ പ്ലസ് 1. അപ്പോൾ 0 പ്ലസ് 1, അപ്പോൾ 1 ഈക്വൽ ടു 1 ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ S2ൻ്റെ ഈ ഒരു ID നമുക്ക് ഇതിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ക്യൂവിനകത്തോട്ട് അപ്പൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ഇനി S2 റിക്വസ്റ്റ് കൊടുത്തു, S2 ഇതിനകത്തോട്ട് കയറി. ഇനി S3 റിക്വസ്റ്റ് കൊടുക്കുകയല്ലാണ്ട് S3 റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. S3 റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാളുടെ സൈറ്റ് അറേ അപ്ഡേറ്റഡ് ആകുന്നു. തേർഡ് പൊസിഷൻ അപ്ഡേറ്റ് ആയി. ഇവിടെയും തേർഡ് പൊസിഷൻ അപ്ഡേഷൻ വന്നു, ഇവിടെയും തേർഡ് പൊസിഷൻ അപ്ഡേഷൻ വന്നു അല്ലേ. എന്നിട്ട് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. RNIFJ അല്ലേ. RNIFJ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ RNIFJ എന്ന് പറഞ്ഞാൽ ഈ റിക്വസ്റ്റ് പോയിരിക്കുന്ന ഇതല്ലേ, ഈ റിക്വസ്റ്റ് പോയിരിക്കുന്ന S3 എന്നല്ലേ. അപ്പോൾ RNIFJ എന്ന് പറഞ്ഞാൽ ഇതല്ലേ തേർഡ് പൊസിഷൻ. RNIFJ നമ്മൾ 1 ആയി അല്ലേ. ദാറ്റ് 1 മസ്റ്റ് ബി ഈക്വലൻ ടു LNJ പ്ലസ് 1. ഇവിടെ LNJ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് J എന്ന് പറയുന്നത് ഇതാണ്. S3 എന്നല്ലേ റിക്വസ്റ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ J എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ LNJ എന്ന് പറഞ്ഞാൽ ഇതാണ് തേർഡ് പൊസിഷൻ അല്ലേ. അത് പ്ലസ് 1. അപ്പോൾ അത് പ്ലസ് 1 ആകുമ്പോൾ എന്തെയ്യുന്നു? 0 പ്ലസ് 1. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. അപ്പോൾ അത് ഈക്വലായ സ്ഥിതിക്ക് S3യുടെ ID നമ്മൾ ഇതിലേക്ക് അപ്പൻ ചെയ്യുന്നു. അപ്പോൾ ആ ക്യൂവിലോട്ട് അപ്പൻ ചെയ്തു. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഇയാൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ബാക്കി വരുന്ന S2ഉം S3യും കൂടെ ക്യൂവിനകത്തോട്ട് കയറി എന്നുള്ളത് മാത്രം. ഓക്കെ, ആദ്യം S2 ആണ് റിക്വസ്റ്റ് കൊടുത്തത്, അതുകൊണ്ട് S2 ആദ്യം ക്യൂവിനകത്തോട്ട് കയറി. ഓക്കെ, പിന്നെ S3 ആണ് റിക്വസ്റ്റ് വന്നത്. അപ്പോൾ ഉടനെ S3 ആയിരിക്കും അടുത്ത ക്യൂവിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ആ ക്യൂവിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. ഇനി ഈ നമ്മളെ സൈറ്റ് S1 ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു. ക്രിട്ടിക്കൽ സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇനി ടോക്കൺ റിലീസ് ചെയ്യാം അല്ലേ. ടോക്കൺ റിലീസ് ചെയ്യാം. ആ ടോക്കൺ റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ 1 എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം 1 എന്ന് കാണുമ്പോഴത്തേക്കും ടോക്കൺ റിലീസ് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ടോക്കൺ റിലീസ് ചെയ്യാം.
അപ്പോൾ ടോക്കൺ റിലീസ് ചെയ്ത് അത് ആർക്കാണ് കൊടുത്തത്? ആദ്യം S2-നാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് S2-ന് കൊടുത്തത്? ആ ക്യൂവിൽ ആദ്യം കിടക്കുന്ന S2 അല്ലേ? S2 കഴിഞ്ഞിട്ടാണ് S3 വന്നത്. അപ്പോൾ ആദ്യം റിക്വസ്റ്റ് ചെയ്ത് S2 ആണെന്നുള്ളത് ഈ ക്യൂവിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് S2-ന് ആദ്യം ഇത് കൊടുത്തു. ഓക്കെ, അപ്പോൾ S2-ന് എന്ത് കൊടുത്തു? ടോക്കൺ കൊടുത്തു. അപ്പോൾ ടോക്കൺ ഇവിടെ എത്തി. ക്ലിയർ? അപ്പോൾ ടോക്കൺ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് S2 എക്സിക്യൂട്ട് ചെയ്ത് അത് കഴിയുമ്പോഴാണ് ആർക്ക് കൊടുക്കുന്നത്? S3-ക്ക് കൊടുക്കുക. അടുത്ത ക്യൂവിലുള്ള ഏതാണ്? S3 ആണ്. അപ്പോൾ അടുത്തത് S3-ക്ക് പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഇത് നമുക്ക് ഈ ഇലിസ്ട്രേഷനോട് കൂടി നമുക്കത് വ്യക്തമാവും കുറച്ചുകൂടെ. അപ്പോൾ റിലീസിങ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഹാവിങ് ഫിനിഷ്ഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ദ സൈറ്റ് SI ടേക്സ് ദ ഫോളോയിങ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. ഇറ്റ് സെറ്റ്സ് LNI എലിമെൻറ്റ് ഓഫ് ദ ടോക്കൺ അറേ ഈക്വൽ ടു RNIFI അല്ലേ? അതല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. ആ ടോക്കൺ അറേ നമ്മളെ സൈറ്റ് അറേ ആയിട്ട് ഈക്വലൻ്റ് ആക്കും. അത് ചെയ്യും. ഓക്കെ, ഫോർ എവരി സൈറ്റ് SJ ഹൂസ് ID ഈസ് നോട്ട് ഇൻ ദ ടോക്കൺ ക്യൂ ഇറ്റ് അപ്പൻസ് ദ ID ടു ദ ടോക്കൺ ക്യൂ ഇഫ് RNIFJ ഈക്വൽ ടു LNJ+1. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്ത സൈറ്റ് SJ, അപ്പോൾ അയാളുടെ ID ടോക്കൺ ക്യൂവിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പൻഡ് ചെയ്യും. അത് അപ്പൻഡ് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്താണ്? ഇതാണ്. ഓക്കെ, ഇഫ് ടോക്കൺ ക്യൂ ഈസ് നോൺ എംപ്റ്റി ആഫ്റ്റർ ദ എബോവ് അപ്ഡേറ്റ് SI deletes the top site ID from the token queue and sends the token to the site indicated by the ID അല്ലേ? അപ്പോൾ ഇത് ആ ക്യൂ നോൺ എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ ടോക്കൺ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ടോപ്പ് വാല്യൂ ഡിലീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇവിടെ കണ്ടോ? ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് സൈറ്റിൽ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ക്യൂവിൽ ഇതുണ്ട്, S2-ഉം S3-യും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്യൂവിലെ ടോപ്പ് വാല്യൂ ഏതാണ്? S2 ആണ്. ഓക്കെ, അത് കഴിഞ്ഞാണ് S3. അപ്പോൾ ഈ ടോക്കൺ റിലീസ് ചെയ്യുമ്പോൾ S2-ലോട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? S2-ലോട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യൂവിലെ ടോപ്പ് വാല്യൂ ഡിലീറ്റ് ചെയ്യും. കണ്ടോ? S2 അങ്ങ് ഡിലീറ്റ് ചെയ്തു. ടോക്കൺ ഇവിടെ വന്നല്ലോ, അപ്പോൾ S2 ഡിലീറ്റ് ചെയ്യും. അപ്പോൾ S3 മാത്രമുണ്ട്. ഇനി S3 ഈ ടോക്കൺ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ടോപ്പ് വീണ്ടും ഡിലീറ്റ് ആവും. അപ്പോൾ S3 കൂടെ ഡിലീറ്റ് ആവും. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. മനസ്സിലായില്ലേ? If the token queue is non-empty after the above update, SI deletes the top site ID from the top queue and sends the token to the site indicated by the ID. ഓക്കെ, അപ്പോൾ ഇതാണ് സുസുക്കി കസാമീസ് ബ്രോഡ്കാസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതമാണ്. ടോക്കൺ ബേസ്ഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്. അപ്പോൾ ടോക്കൺ ഉള്ള ആൾക്ക് മാത്രമേ ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കൊടുക്കുന്നു, ആ റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കാം, ആദ്യം ആർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതെല്ലാം ഈ അൽഗോരിതത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇലിസ്ട്രേഷനോടുകൂടി പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.